ഓർമ്മയുടെ പാളങ്ങളിൽ 15 സ്ത്രീകൾ. വൈശാഖൻ. മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ ശ്രീ വൈശാഖൻ അദ്ദേഹത്തിൻ്റെ നീണ്ട 20 വർഷത്തെ റെയിൽവേ ജീവിതത്തിൻ്റെ ഓർമ്മയുടെ പാളങ്ങൾ, അവയിലൂടെ സഞ്ചരിച്ചെത്തുന്ന 15 സ്ത്രീ ജീവിതങ്ങൾ. 4. ഉമയ്ക്ക് പുതിയ ആകാശം. കിട്ടുന്നുണ്ടോ? ഇല്ല. കിട്ടുന്നുണ്ടോ? ഇല്ല. ജീവിതത്തിൽ മിക്കവരും എപ്പോഴെങ്കിലും സ്വയം ചോദിക്കാറുള്ള ഒരു ചോദ്യമാണിത്. ചിലപ്പോൾ മറ്റുള്ളവർ നമ്മോട് ചോദിച്ചെന്ന് വരാം. ആശ്വാസം കിട്ടുന്നുണ്ടോ? സാന്ത്വനം കിട്ടുന്നുണ്ടോ? സ്നേഹം കിട്ടുന്നുണ്ടോ? പരിഗണന കിട്ടുന്നുണ്ടോ? എല്ലാറ്റിനും ഇല്ല എന്ന ഒരു മറുപടിയേ ഉള്ളൂവെങ്കിൽ വേദനാകരമായ ഒരവസ്ഥയാണത്. ഞാൻ ഇത്തരമൊരു ചോദ്യവും മറുപടിയും നേരിട്ട് കേൾക്കാനിടയായ ഒരു സന്ദർഭത്തെക്കുറിച്ചാണ് ഇപ്പോൾ എഴുതുന്നത്. തമിഴ്നാട്ടിലെ ചെങ്കൽപ്പേട്ട് ജില്ലയിലെ ഒരു പട്ടണം. അവിടെ ഒരു വാടക വീട്ടിലായിരുന്നു എൻ്റെ കുടുംബം താമസിച്ചിരുന്നത്. ജോലിക്കായി 40-50 കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന ദിവസങ്ങൾ. പകലുറക്കത്തിൻ്റെ ദിനങ്ങൾ. ഞങ്ങളുടെ വാടക വീടിൻ്റെ പിന്നിൽ ഒരു മതിലിനപ്പുറം മറ്റൊരു വീടുണ്ട്. അത് ആൾതാമസമില്ലാതെ കിടക്കുകയാണ്. അയൽപ്പക്കക്കാരായി ആരെങ്കിലും എത്തിയെങ്കിലെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ഈ ആഗ്രഹം സഫലമാക്കിക്കൊണ്ട് ഒരു ദിവസം ഒരു ചെറുപ്പക്കാരനും ഭാര്യയും കുട്ടിയും അവിടെ താമസത്തിനെത്തി. കാണാൻ നല്ല ചന്തമുള്ള യുവാവും യുവതിയും. പക്ഷേ അവർ തൊട്ടടുത്ത് താമസിക്കുന്ന ഞങ്ങളെ വന്ന് പരിചയപ്പെടുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് അവർ താമസം തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം ഞാനും ഭാര്യ പത്മയും അങ്ങോട്ട് ചെന്നു. വളരെ തണുത്ത ഒരു സ്വീകരണമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. എന്തോ ഒരു പന്തികേട് തോന്നി. ഏതായാലും അവരുടെ പേരും അയാളുടെ ജോലി വിവരവും ഒക്കെ അറിഞ്ഞ് ഞങ്ങൾ മടങ്ങി. രാജു ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഭാര്യ ഉമ. 2 വയസ്സുള്ള സുന്ദരിക്കുട്ടി രശ്മി. തെലുങ്കാണ് അവരുടെ മാതൃഭാഷ. അതറിഞ്ഞപ്പോൾ ഞങ്ങൾ തെലുങ്കിൽ തന്നെയാണ് അവരോട് സംസാരിച്ചത്. എങ്കിലും അവർ തീരെ തുറക്കാത്ത മനസ്സോടെയാണ് പ്രതികരിച്ചത്. ഞാൻ വീട്ടിലുറങ്ങിയ ദിവസങ്ങളിൽ അതിരാവിലെ ഉണർന്നത് രാജുവിൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പുറപ്പെടുന്ന ശബ്ദം കേട്ടാണ്. രാവിലെ ആ ശബ്ദം വളരെ അരോചകമായി തോന്നി. എന്നും 5:45-നും 6-നുമിടയിൽ ഈ ശബ്ദം കേൾക്കാം. പിന്നീട് രാത്രി 10 മണിയോടടുത്ത്, ചിലപ്പോൾ 11 കഴിഞ്ഞായിരിക്കും ആ ശബ്ദം തിരിച്ചെത്തുന്നത്. അടുത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതം നാം അറിഞ്ഞും അറിയാതെയും നിരീക്ഷിച്ചു പോകും. അറിഞ്ഞുകൊണ്ട് തന്നെ നിരീക്ഷിക്കുന്ന സ്വഭാവമാണ് എനിക്കുള്ളത്. രാജുവിൻ്റെയും ഉമയുടെയും ജീവിതം കാലത്തും രാത്രിയും കേൾക്കുന്ന ബൈക്കിൻ്റെ മുഴങ്ങുന്ന ശബ്ദങ്ങൾക്കിടയിലാണല്ലോ ഞാൻ കണ്ടത്. ഇതിനിടയിൽ രാജുവിനെ കാണുക സാധ്യമല്ല. ഉമ പകൽ ഉച്ചവരെ വീട്ടുജോലികളിൽ മുഴുകുന്നു. കുട്ടിയെ കുളിപ്പിച്ച് വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നു. ഇടയ്ക്ക് ഉറക്കെ അക്കടെ പൂവ കൂടുതു എന്നുവെച്ചാൽ അങ്ങോട്ട് പോകരുത്, ഇക്കടെ വെച്ച് TV ചൂസ്കോ, ഇവിടെ വന്ന് TV കാണുക എന്നർത്ഥം എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഉച്ച കഴിഞ്ഞും വൈകുന്നേരവും ഉമ കുട്ടിയെയും മടിയിലിരുത്തി സിറ്റൗട്ടിലെ കസേരയിൽ നിശബ്ദയായിരിക്കുന്നത് കാണാം. കുട്ടി മാത്രം എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നുണ്ടാകും. വല്ലപ്പോഴും ടിവിയുടെ ശബ്ദം കേൾക്കാം. തമിഴ്നാട്ടിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV വന്ന കാലമാണ്. വളരെ കുറച്ച് വീടുകളിലെ TV ഉള്ളൂ. ആ വീടുകൾക്ക് മുകളിൽ മീൻമുൾ ആൻറ്റിന ഉയർന്നു കാണാം. ഞായറാഴ്ച ഒരു ദിവസം മാത്രമാണ് രാജു വീട്ടിലുണ്ടാവുക. അന്ന് ഉമയെയും കുട്ടിയെയും കൂട്ടി പുറത്തു പോവുകയോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ 3 പേരും കൂടി സന്തോഷത്തോടെ ഒരുമിച്ചിരിക്കുകയോ ചെയ്യുന്നത് കാണാറില്ല. ഞായറാഴ്ച രാവിലെയാണ് ഞാൻ ആ ചോദ്യം കേട്ടത്. രാജുവിൻ്റെ ശബ്ദം. ദൊര കത്തുന്താ എന്നുവെച്ചാൽ കിട്ടുന്നുണ്ടോ എന്ന്. ലേതു, ഇല്ല. ഇപ്പോഴും ദൊര കത്തുന്താ, ഇപ്പോൾ കിട്ടുന്നുണ്ടോ? ലേതു, ഇല്ല. ഉമയുടേതാണ് ഇല്ല എന്ന മറുപടി. ഓരോ തവണ ഇല്ല എന്ന് ആവർത്തിക്കുമ്പോഴും ഉമയുടെ ശബ്ദം കൂടുതൽ ക്ഷീണിതമാകുന്നുണ്ട് എന്നെനിക്ക് തോന്നി. രാജു ടെറസിൻ്റെ മുകളിൽ കയറി നിന്ന് ആൻറ്റിന തിരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. അയാൾ ക്രിക്കറ്റ് കളി കാണാനുള്ള ബദ്ധപ്പാടിലാണ്. താഴെ ടിവിയുടെ മുന്നിൽ കുട്ടിയെയും ചേർത്ത് പിടിച്ചിരിക്കുന്ന ഉമയുടെ വാടിയ മുഖം കാണാം. TV സ്ക്രീനിൽ വെറും ഗ്രെയിനുകൾ മാത്രം, കറുപ്പും വെളുപ്പും കുത്തുകൾ മാത്രം. ഞായറാഴ്ച അങ്ങനെ കടന്നു പോകുന്നു. തിങ്കളാഴ്ച രാവിലെ വീണ്ടും ബൈക്കിൻ്റെ ശബ്ദം. ഉച്ച കഴിഞ്ഞ് സിറ്റ് ഔട്ടിൽ ഉമയും കുട്ടിയും.
വല്ലപ്പോഴും ഉമ മതിലിനരികിലെത്തി എൻ്റെ ഭാര്യയോട് സംസാരിക്കാറുണ്ട്. കാലാവസ്ഥയെക്കുറിച്ചോ കറി വയ്ക്കുന്നതിനെക്കുറിച്ചോ മാത്രം. മറ്റാരോടും ഒരു ബന്ധവും പുലർത്തരുതെന്ന് രാജു കർശനമായി പറഞ്ഞിട്ടുണ്ടാകുമോ? എനിക്ക് സ്ഥലം മാറ്റം വന്നു. ഞങ്ങൾ വീടൊഴിഞ്ഞ് പുതിയ സ്ഥലത്തേക്ക് പോയി. കുറേ കഴിഞ്ഞ് പഴയ സ്ഥലത്തു നിന്നും വന്ന ഒരു സുഹൃത്തിൻ്റെ കത്തിൽ പല വിശേഷങ്ങളും എഴുതിയിരുന്നു. ഒരു കത്തിൽ ഞങ്ങളുടെ പഴയ അയൽപ്പക്കക്കാരെക്കുറിച്ച് ചില വിവരങ്ങളും ഉണ്ടായിരുന്നു. ഉമയുടെ കുട്ടിക്ക് പെട്ടെന്നെന്തോ അസുഖം വന്നപ്പോൾ ഡോക്ടറെ കാണിക്കാൻ സഹായിച്ചത് രാജുവിൻ്റെ ഒപ്പം വല്ലപ്പോഴും ചെസ്സ് കളിക്കാൻ വരാറുള്ള ഒരു സുഹൃത്താണ്. പിന്നീട് ഇടയ്ക്കൊക്കെ അയാൾ വരാറുണ്ട്. ഉമ തൻ്റെ വിഷമതകളെല്ലാം അയാളുമായി പങ്കുവയ്ക്കും. ചിലപ്പോൾ രണ്ടുപേരും ചെസ്സ് കളിക്കും. വാതിൽ മലർക്കെ തുറന്നിട്ടിട്ടാണ് അവർ സംസാരിച്ചിരുന്നതും ചെസ്സ് കളിച്ചിരുന്നതും. അയൽപ്പക്കത്തൊക്കെ ഈ സുഹൃത്തിൻ്റെ സന്ദർശനം സംസാര വിഷയമായിരുന്നു. ഒരു ദിവസം അവിശ്വസനീയമായ ഒരു സംഭവം നടന്നു. അയൽപ്പക്കത്തെ കുബുദ്ധികളായ ചില ചെറുപ്പക്കാർ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് ഉമയെയും സുഹൃത്തിനെയും ഉള്ളിലിട്ട് മുറി പൂട്ടി. പിൻവാതിലും അവർ പൂട്ടിയിരുന്നു. ആരോ രാജുവിനെ ഫോൺ വിളിച്ച് വരുത്തിയത്രേ. അവരുടെ വിവാഹമോചനത്തിലാണ് അത് കലാശിച്ചത്. ആ സുഹൃത്ത് ഉമയെ കൈവിട്ടില്ല. അയാൾ അവളെ സ്വന്തം ജീവിത സഖിയാക്കിയത്രേ. കുട്ടി ആരുടെയൊപ്പം ആയിരിക്കണമെന്ന് നിശ്ചയിക്കാൻ കോടതിയിൽ കേസ് നടക്കുകയാണ്. വാതിൽ പൂട്ടപ്പെട്ടപ്പോൾ എന്തൊരു ഞെട്ടലും അപമാനവുമാകും ഉമ സഹിച്ചിരിക്കുക. അതിനെയൊക്കെ അതിജീവിക്കാൻ അവൾക്ക് ശക്തി നൽകിയത് അവളെ മനസ്സിലാക്കിയ ആ സുഹൃത്തിൻ്റെ സാന്നിധ്യമായിരിക്കും. ഇപ്പോൾ കിട്ടുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന് തന്നെയാവും അവളുടെ ഉത്തരം. ഇപ്പോഴും എൻ്റെ ഓർമ്മകളിൽ പോക്കുവയിൽ വീഴുന്ന ഒരു സിറ്റൗട്ടും കുട്ടിയെ മടിയിലെടുത്തി ആകാശം നോക്കിയിരിക്കുന്ന ഉമയുടെ മുഖവും മായാതെ നിൽക്കുന്നുണ്ട്.